യുകെയിൽ ഇന്ത്യൻ യുവതിയെ കൊന്നത് കഴുത്തു ഞെരിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നോർത്താംപ്ടൺ ഷെയറിലെ കോർബിയിൽ താമസിക്കുന്ന 24 വയസ്സുള്ള ഹർഷിത ബ്രല്ല എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ ഇന്ത്യൻ വംശജനായ ഭർത്താവ് പങ്കജ് ലാംബയെ പോലീസ് തിരയുകയാണ്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. രാജ്യം വിട്ടിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഈസ്റ്റ് ലണ്ടനിൽ പങ്കജ് ലാംബയുടെ കാറിന്റെ ഡിക്കിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഹർഷിതയുടെ മൃതദേഹം. നവംബർ 14 ഹർഷിതയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇതിന് 4 ദിവസം മുമ്പ് ഹർഷിതയെ പങ്കജ് ലാംബ കൊലപ്പെടുത്തിയിരിക്കാമെന്ന് നോർത്താംപ്ടൺ ഷെയർ പോലീസ് ചീഫ് ഇൻസ്പെക്ടർ പോൾ കാഷ് പറയുന്നു. കൊലപാതകത്തിന് ശേഷം നോർത്താംപ്ടൺ ഷെയറിൽ നിന്ന് ഇയാൾ കാറിൽ മൃതദേഹം ഈസ്റ്റ് ലണ്ടനിലെ ഇൽഫോർഡിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. രാജ്യം വിട്ടെന്ന് കരുതുന്ന ലാംബയ്ക്കായി 60-ലേറെ ഡിറ്റക്റ്റീവുമാർ അന്വേഷണവും നടത്തുന്നുണ്ട്. ഇയാളെപ്പറ്റി വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ഹർഷിത ബ്രല്ലയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബുധനാഴ്ച പോലീസിന് ഫോൺ സന്ദേശം ലഭിച്ചിരുന്നു. തുടർന്ന് കോർബിയിലെ സ്കെഗ്നസ് വോക്കിലെ ഇവരുടെ വീട്ടിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. എന്നാൽ വീട്ടിൽ ഇവരെ കാണാതിരുന്നതോടെ നടത്തിയ അന്വേഷണത്തിലാണ് വ്യാഴാഴ്ച ഇൽഫോർഡിൽ കാറിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു ഹർഷിതയെ പങ്കജ് ലാംബ വിവാഹം കഴിക്കുന്നത്. തുടർന്ന് ഹർഷിത ഡൽഹി വിട്ട് ഭർത്താവിനൊപ്പം യുകെയിലേക്കും വന്നു. ഹർഷിതയെ ലാംബ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാറുണ്ടെന്നാണ് പരിചയക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്.